സുഹൃത്തുക്കളെ നമസ്കാരമുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് സ്വാഗതം. ചില കാര്യങ്ങളൊക്കെ സത്യസന്ധമായിട്ട് തുറന്നു പറഞ്ഞില്ലെങ്കിലേ അതൊരു വലിയ തെറ്റായി തീരും. കുറച്ചു കാലം കഴിഞ്ഞാലേ എന്തേ അത് പറഞ്ഞില്ല എന്ന് ചിലപ്പോൾ എനിക്ക് എന്നോട് തന്നെ തോന്നിപ്പോകുന്നതാണ്. അഴിമതി ഇല്ലാതാക്കാൻ സ്റ്റേറ്റ് വിജിലൻസ് കമ്മീഷൻ നമ്മുടെ UDF-ന്റെ പ്രകടന പത്രികയിലെ ഒരു കാരണവശാലും ഇത് നടപ്പിലാക്കാൻ പോണ പരിപാടി എന്ന് തന്നെ നമുക്കറിയാം. ഇത്ര കാലവും ഇവന്മാരതൊക്കെ ചെയ്തിട്ടുള്ളത് ഇങ്ങനത്തെ വല്ല പ്രകടന പത്രിക ഇറക്കിയിട്ട് അത് അവരുടെ ഓഫീസിൽ പൂട്ടി വെക്കുക എന്ന് പറഞ്ഞ പരിപാടി മാത്രമാണ്. എന്തൊക്കെയായാലും ഈ പ്രകടന പത്രികയിൽ പറയുന്നത് അഴിമതി ഇല്ലാതാക്കാൻ സ്റ്റേറ്റ് വിജിലൻസ് കമ്മീഷൻ കൊണ്ടുവരുന്നതാണ്. തീർച്ചയായിട്ടും UDF തന്നെയാണ് അത് കൊണ്ടുവരേണ്ടത്. കാരണം ഇക്കഴിഞ്ഞ 10 വർഷത്തിന് മുമ്പ് നമ്മുടെ കേരളം ഭരിച്ചിരുന്നത് UDF ആയിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2011 മുതൽ 16 വരെ UDF ഭരണമായിരുന്നു. ഇവരുടെ അഭിപ്രായത്തിൽ ഏറ്റവും സുവർണ കാലഘട്ടം, കേരളത്തിന്റെ ഏറ്റവും സുവർണ കാലഘട്ടത്തിലാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് അഴിമതി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റ് വിജിലൻസ് കമ്മീഷൻ കൊണ്ടുവരുമെന്നാണ്. ഇവർ തന്നെയാണ് കൊണ്ടുവരേണ്ടത്, ഒരു സംശയവും വേണ്ട. അത് UDF തന്നെയാണ് കൊണ്ടുവരേണ്ടത്. കാരണം ഇവർ അധികാരത്തിൽ ഏറിക്കഴിഞ്ഞാൽ എത്രത്തോളം അഴിമതിയാണ് ഓരോ മന്ത്രിമാരും MLA-മാരും ചെയ്തു കൂട്ടുക എന്നുള്ളതിന് ഒരു അറ്റവുമില്ല. നിങ്ങൾ ഒരൊറ്റ കാര്യം മാത്രം ആലോചിച്ചു മതി. കഴിഞ്ഞ 10 വർഷം, 1-2 അല്ല, 2 ടേം ആയിട്ടാണ് നമ്മുടെ കേരളത്തിൽ LDF ഭരിച്ചത്. ഏതെങ്കിലും ഒരു മന്ത്രിക്കെതിരെ, ഏതെങ്കിലും ഒരു MLA-ക്കെതിരെ ഒരു ആരോപണമെങ്കിലും ഉണ്ടെങ്കിൽ വളരെ നന്നായിരുന്നു. ഇത് കേൾക്കുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, UDF-കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു ആരോപണം, ഒരു അഴിമതി ആരോപണം നടത്തിയെന്ന് ഏതെങ്കിലും മന്ത്രിമാരോ MLA-മാരോ അഴിമതി ആരോപണം നടത്തിയെന്നുള്ള ഒരു ആരോപണമെങ്കിലും ഇതിന് താഴത്തൊന്നും എഴുതിയിടണം. ഇതിന്റെ കേസുമായിട്ട് ഒരുപാട് പേര് പോയിട്ടുണ്ട്. ആ കേസുമായി പോയ രമേശ് ചെന്നിത്തലയ്ക്ക് കോടതി മറുപടി കൊടുത്തത് ഗുഡ് ഗവേണൻസ് എന്നാണ്. കേരളം അതിഗംഭീരമായിട്ടുള്ള ഭരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇമ്മാതിരി ഉമ്മാക്കികളുമായിട്ട് ഇനി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കോടതി കയറി വരല്ലേ, ഞങ്ങളുടെ സമയം മെനക്കെടുത്തല്ലേ എന്നാണ് രമേശ് ചെന്നിത്തലയ്ക്ക് അടക്കമുള്ള ആളുകൾക്ക് ഉത്തരം കൊടുത്തത്. അങ്ങനെ കോടതി വഴി പോയതിനെല്ലാം കോടതിയാണ് ഉത്തരം കൊടുത്തത്, അല്ലാതെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഒന്നല്ല ഉത്തരം കൊടുത്തത്. ഇനിയിപ്പോൾ അങ്ങനെ ആരും വിചാരിക്കണ്ട. ഇനി ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ഇത് പറയുന്നു? സുഹൃത്തുക്കളെ, നമുക്ക് 2011-16 കാലഘട്ടത്തിലേക്ക് ഒന്ന് പോയി വരാം. ആ കാലഘട്ടത്തിലേക്ക് പോയി വരുമ്പോൾ എനിക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് സമർപ്പിക്കാനുള്ള കുറച്ച് ആളുകളുടെ പേരുകൾ ഞാൻ ഇങ്ങനെ വായിക്കാം. ഒന്ന് രമേശ് ചെന്നിത്തലയാണ്, അടൂർ പ്രകാശാണ്, VS ശിവകുമാറാണ്, MC ഖമറുദ്ദീനാണ്, PK കുഞ്ഞാലിക്കുട്ടിയാണ്, K ബാബുവാണ്, അനൂപ് ജേക്കബാണ്. ഞാൻ ഇത്രയും പേര് 1, 2, 3, 4, 5, 6, 7 ആളുകളുടെ പേരാണ് ഞാൻ പറഞ്ഞത്. ഈ 7 ആളുകളുടെ പേര് പറയുമ്പോൾ ഇതെന്തിനാ പറഞ്ഞെന്ന് നിങ്ങൾ ചോദിക്കണ്ട. ഇത്രയും ആളുകൾ, 8 മന്ത്രിമാര് അന്ന് ആ കാലഘട്ടത്തില് അഴിമതി കേസിൽ കുടുങ്ങിയിരുന്നു എന്നർത്ഥം. ഇത് പറയുന്നത് 2011-2016 കാലഘട്ടത്തിലെ UDF ഭരണകാലഘട്ടത്തിലെ അഴിമതി നടത്തിയ മന്ത്രിമാരെ കുറിച്ചിട്ടാണ്. അപ്പോ ഇവര് തന്നെ വേണ്ടേ അഴിമതി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റ് വിജിലൻസ്? ഇവർ പ്രതീക്ഷിക്കുന്നത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അധികാരത്തിൽ കയറി കഴിഞ്ഞാൽ ആ നിമിഷം മുതൽ കേരളത്തിൽ അഴിമതി ഉണ്ടാവും. മന്ത്രിമാരൊക്കെ അഴിമതി നടത്താൻ വേണ്ടിയിട്ട് സ്വന്തം കീശ വലുതാക്കാൻ വേണ്ടി മാത്രമായിട്ടാണ് കയറുന്നത്. രമേശ് ചെന്നിത്തലയ്ക്കെതിരെ 4 കേസിൽ അന്വേഷണം നേരിട്ട ഒരാളാണ്. 4 കേസിൽ മന്ത്രിമാരുടെ MLA-മാരുടെ ബന്ധുക്കൾക്ക് അനധികൃത നിയമനം നൽകിയെന്ന പരാതിയിൽ അന്വേഷണം നടന്നു. നെയ്യാർ ഡാമിൽ സർക്കാർ ഭൂമി സ്വകാര്യ ടൂറിസം കമ്പനിക്ക് നൽകിയതിലും N ശങ്കർ റെഡ്ഡിയുടെ വിജിലൻസ് ഡയറക്ടർ നിയമനത്തിലും അന്വേഷണം നടന്നു എന്നുള്ളതാണ് അന്ന്. അതിപ്പോഴും അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞിട്ടില്ല. അടൂർ പ്രകാശ് 2 കേസുകളാ വന്നത്. കോഴിക്കോട് ജില്ലയിൽ നിയമവിരുദ്ധമായ റേഷൻ മൊത്തവിതരണ കേന്ദ്രം അനുവദിച്ചു. എറണാകുളത്തെ പുത്തൻവേലിക്കര, തൃശൂരിലെ മടത്തുംപടി വില്ലേജുകൾ ഉൾപ്പെട്ട 127 ഏക്കറോളം നെൽവയൽ മിച്ചഭൂമിയിൽ ഉള്ളത് ഇളവ് അനുവദിക്കാൻ ഒത്താശ ചെയ്തു എന്നുള്ളതാണ് അടൂർ പ്രകാശിനെതിരെയുള്ളത്. കഴിഞ്ഞിട്ടില്ല. VS ശിവകുമാർ ബിനാമി പേരിൽ അനധികൃത സ്വത്ത് സമ്പാദിച്ചു. സ്വകാര്യ മേഖലയിൽ മെഡിക്കൽ കോളേജുകൾക്ക് NOC നൽകിയതിലും അഴിമതി ഉണ്ടെന്ന് പറയുന്നു. MC ഖമറുദ്ദീനാണ് അടുത്ത്. ഇദ്ദേഹത്തിന് അനധികൃത നിക്ഷേപ തട്ടിപ്പായിരുന്നു ഖമറുദ്ദീന്റെ പേരിലുണ്ടായിരുന്നത്. PK കുഞ്ഞാലിക്കുട്ടിക്ക് എറണാകുളം ജില്ലയിലെ പുത്തൻവേലിക്കര, തൃശൂരിലെ മടത്തുംപടി വില്ലേജുകളിൽ 127 ഏക്കറോളം നെൽവയൽ മിച്ചഭൂമിയിൽ ഇളവ് അനുവദിക്കാൻ ഒത്താശ ചെയ്തു എന്ന പേരിലായിരുന്നു കേസിൽ അന്വേഷണം. K ബാബു 2 കേസിലാണ്. അനധികൃത സ്വത്ത് സമ്പാദന കേസ്, ബാർ കോഴ. K ബാബു എന്ന് കേൾക്കുമ്പോൾ തന്നെ ബാറാണ് നമുക്ക് ഓർമ്മ വരിക. അനൂപ് ജേക്കബ് ഇതേപോലെ തന്നെ റേഷൻ സാധനങ്ങൾ മറിച്ചു വിറ്റതുമായി ബന്ധപ്പെട്ടുള്ള കേസുകളാണ് ഞാൻ ഈ പറയുന്നത്.
UDF കാലഘട്ടത്തെ തീവെട്ടിക്കൊള്ളയെ കുറിച്ചിട്ടാണ്. അന്നത്തെ തീവെട്ടിക്കൊള്ളയാണ് നടന്നതെന്നായിരുന്നു അന്നത്തെ KPCC പ്രസിഡന്റ് VM സുധീരൻ അടക്കം പറഞ്ഞത്. അന്നത്തെ KPCC പ്രസിഡന്റ് പറഞ്ഞത് UDF ഭരണത്തെ തീവെട്ടിക്കൊള്ള എന്നാണ്. ഇത് LDF അല്ല പറഞ്ഞത്. KPCCയുടെ നേതൃത്വം, അന്നത്തെ പ്രസിഡന്റ് VM സുധീരൻ, അദ്ദേഹം പറഞ്ഞത് UDF കാലഘട്ടം എന്ന് പറയുന്നത് തീവെട്ടിക്കൊള്ള എന്നാ പറഞ്ഞത്. എന്നാലോചിച്ച് നോക്കിയേ, ഇങ്ങനെ ഏകദേശം 8ഓളം അഴിമതി കേസുകളായിരുന്നു മന്ത്രിമാർക്കെതിരെ ഉണ്ടായത് നമ്മുടെ ഈ ഒരു ഭരണകാലഘട്ടത്തിൽ. നമ്മളപ്പോൾ അങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ LDF ഭരണകാലഘട്ടത്തിൽ ഒരു കേസ് പോലും ഒരു മന്ത്രിക്കെതിരെയും കൃത്യമായിട്ട് ഉന്നയിക്കാൻ ഇവരെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ആ ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുകയാണ്. ഇവരിങ്ങനത്തെ സംഗതിയിലോട്ട് വരുന്നത് ശരിയാണ്. ഇവരൊക്കെ തന്നെയാണ് ഇത് കൊണ്ടുവരേണ്ടത്. കാരണം അധികാരത്തിൽ ഇവരെങ്ങനെ അബദ്ധവശാൽ കയറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അഴിമതി നടക്കുമെന്ന് അവർക്ക് നല്ല ഉറപ്പുണ്ടെന്നുള്ളതാണ്. സുഹൃത്തുക്കളെ,